അപ്പോൾ രാവിലെ എല്ലാ തവണയും പോലെ തന്നെ വിളക്കൊക്കെ കത്തിച്ചാണ്, അത് വണ്ടിയിലാണെങ്കിലും വീട്ടിലാണെങ്കിലും നമ്മുടെ ലൈഫ് സ്റ്റാർട്ട് ചെയ്യണം അങ്ങനെയാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. ഇതിനകത്ത് നമുക്ക് സാധാരണ പ്രൈവറ്റ് ഹയർ ടാക്സീസും ഉണ്ട്, പബ്ലിക്. അപ്പോൾ രണ്ടും തമ്മിലുള്ള വ്യത്യാസം എങ്ങനെയാണ് അതിൻ്റെ ലൈസൻസ് എടുക്കുന്നത്, അതിൻ്റെ ക്വസ്റ്റ്യൻ്റെ രീതികൾ എങ്ങനെയൊക്കെയാണ്, അതിൻ്റെ നിയമങ്ങൾ എന്തൊക്കെയാണ്, ഇതൊക്കെ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ എന്തായിരുന്നാലും പുതിയ വീഡിയോയിലേക്ക് സുസ്വാഗതം. വിൻ്ററിന് നമ്മൾ വീണ്ടും വരവേൽക്കാൻ തയ്യാറായി നിൽക്കുകയാണ്. തണുത്ത കാറ്റും തണുപ്പും എല്ലാം ഉണ്ട്. അപ്പോൾ ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മുടെ വണ്ടിയാണ് ഈ കിടക്കുന്നത് കേട്ടോ. ഇതെൻ്റെ വണ്ടിയാണ്. ഇത് ടാക്സി ഓടാൻ വേണ്ടി എടുത്തതാണ്. പക്ഷേ 5 വർഷത്തിന് താഴെയുള്ള വണ്ടികൾ മാത്രമേ ഞാനിപ്പോൾ ഓടുന്ന കൗൺസിലിൽ അലൗഡായിട്ടുള്ളൂ കേട്ടോ. ഓരോ കൗൺസിലിലും ടാക്സിയിൽ ഡിഫറെൻറ്റ് റൂളാണ് ഈ പബ്ലിക് ഹയർ ഹെക്നി ഗ്യാരേജിൽ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടി. ഇനി വണ്ടി ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്യും, അകത്തൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് റെഡിയാക്കി വണ്ടി എടുക്കും. കാര്യം ഈ പാസഞ്ചർ കയറുമ്പോൾ പല പാസഞ്ചേഴ്സും അവരുടേതായിട്ടുള്ള ഒരു സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ നമുക്കത് അവരിറങ്ങി പോകുമ്പോൾ തൊട്ടടുത്തവർക്ക് പെട്ടെന്ന് ഫീലാവും. അപ്പം പെർഫ്യൂമും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക, ചിലപ്പം VIP പാസഞ്ചർ തൊട്ട് ഹോംലെസ് ആൾക്കാർ വരെ നമ്മളെ വണ്ടിയിൽ കയറും. അപ്പം അങ്ങനെയൊക്കെയുള്ള ഒരു കാര്യങ്ങളാണ് കേട്ടോ. ഈ വണ്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ആഴ്ചയിൽ 350 പൗണ്ട് റെൻ്റാണ് കേട്ടോ. ഒരാഴ്ചയിൽ 350 പൗണ്ട് റെൻറ്റ് കൊടുക്കണം. സെൽഫ് എംപ്ലോയ്ഡ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. പിന്നെ എന്താ പറയുക, ആഴ്ചയിൽ 350 എന്ന് പറയുമ്പോൾ അറിയാലോ, ഒരു ദിവസം നമുക്കൊരു 45 പൗണ്ട് 50 പൗണ്ടൊക്കെ പിന്നെ നമുക്ക് വരുന്നുണ്ട്. പിന്നെ ഫ്യൂവൽ എന്ന് പറയുന്നത് ഒരു ഏകദേശം 30 പൗണ്ട്, അതായത് ഒരു ദിവസം 30-35 പൗണ്ട് ഒരു ദിവസം. നാട്ടിൽ ഒരു 3000-3500 രൂപ വരെ എണ്ണ അടിക്കണം. ഒരു 3500 ഒരു ദിവസം റെൻറ്റ് കൊടുക്കണം ഒരു ദിവസം. ആഴ്ചയിലാകുമ്പോൾ ഒരു 20,000 രൂപയോളം ഫ്യൂവൽ ചാർജ് വരും. പിന്നെ 350,000-35,000 ഇത് വരും, നമുക്ക് കോസ്റ്റ് വരും. വണ്ടിയിൽ റെൻറ്റ് കൊടുക്കണം. അപ്പോൾ സെൽഫ് എംപ്ലോയ്ഡ് ജോലിയാണ്. അപ്പോൾ എൻ്റെ സ്വന്തം വണ്ടിയിലാണ് ചെയ്തെങ്കിൽ നമുക്ക് ആ പൈസ കൊടുക്കേണ്ടി വരില്ല. പക്ഷേ അവരുടെ കമ്മീഷൻ കൊടുക്കണം. അത് 100-ന് 15 100 പൗണ്ട് നമ്മൾ ഓടിയെടുക്കുമ്പോൾ 15 പൗണ്ട്. അതായത് നാട്ടിൽ 10,000 രൂപ ഓടുമ്പോൾ 1,500 കമ്മീഷൻ കൊടുക്കണം സ്വന്തം വണ്ടിയിലാണെങ്കിൽ. പിന്നെ ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ അത് വേറൊരു എമൗണ്ട് കേട്ടോ. ടാക്സി ഇൻഷുറൻസിന് ഏകദേശം നാട്ടിലൊരു 40,000 തൊട്ട് 50,000 രൂപ വരെ നമ്മുടെ സ്വന്തം വണ്ടിയിലാണ് നമ്മൾ അടയ്ക്കുന്നത്. ഇതാകുമ്പോൾ ഇൻഷുറൻസ് എല്ലാം ഇൻക്ലൂഡ് ചെയ്തുള്ള സംഭവം. അപ്പോൾ ആർക്കെങ്കിലും ഈ പറയുന്ന ഞാൻ ചെയ്യുന്ന ജോലിയുടെ പ്ലസും നെഗറ്റീവായിട്ടുള്ള എല്ലാം പറയാം. താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ബന്ധപ്പെടുക. ഞാൻ എന്തായാലും ട്രക്കിൽ കയറുന്നവരെ ഈ ജോലി കണ്ടിന്യൂ ചെയ്യുള്ളൂ. നമ്മുടെ ഡെയിലി കാര്യങ്ങളൊക്കെ നടന്നു പോകണമെങ്കിൽ UK ഫാമിലിയായിട്ടൊക്കെ നിൽക്കുമ്പോൾ 2 പേരും ജോലി ചെയ്താലേ പറ്റുള്ളൂ. കാര്യം ഒരാളുടെ സാലറി ഫുള്ളായിട്ട് നമ്മളിവിടെ റെൻറ്റും കാര്യങ്ങളായിട്ട് പോകും. ഏകദേശം ഒരു 2 ലക്ഷം രൂപയോളം നമുക്ക് ചിലവാകും മാസം എല്ലാം കൂടി. ഓക്കെ, വീടിൻ്റെ വാടക, അത് ഇത്, വണ്ടിയുടെ അടവ്, കാര്യങ്ങൾ, ഫുഡ് എല്ലാം കൂടി 2-2.5 ലക്ഷം രൂപയോളം എനിക്ക് പോകുന്നുണ്ട്. അപ്പം ഒരാളെ പൈസ നമുക്ക് സേവ് ചെയ്യാൻ കേട്ടോ. നമുക്ക് മോശമൊന്നുമില്ല. ഏതൊരു രാജ്യത്ത് നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ ആ രാജ്യത്ത് ഒരിക്കലും കുറ്റം പറയാൻ പാടില്ല. കാര്യം ഞാൻ ഈ വണ്ടിയിൽ ഒരാഴ്ചയിൽ ഞാൻ 1000 പൗണ്ട് വരെ ഓടിയെടുത്ത ദിവസമുണ്ട്. അതിനകത്ത് നമ്മുടെ ഈ റെൻറ്റ് 350 റെൻറ്റും പിന്നെ ഈ ഫ്യൂവലും പോയിട്ട് നമുക്ക് എന്തായിരുന്നാലും ഒരു നാട്ടിലൊരു 50,000 രൂപയ്ക്ക് എൻ്റെ കയ്യിൽ ഇരുന്ന ദിവസങ്ങളുണ്ട്. പിന്നെ നമുക്ക് റെഗുലർ സ്കൂൾ ഓട്ടവും കാര്യങ്ങളെല്ലാം ഉണ്ട് കേട്ടോ, സ്കൂൾ ട്രിപ്പും കാര്യങ്ങളൊക്കെ. അപ്പോൾ നമുക്ക് വണ്ടിയിലോട്ട് കയറാം, വണ്ടി ക്ലീൻ ചെയ്ത് വണ്ടിയിലോട്ട് കയറി ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ ട്രിപ്പ് അവർ തരുന്നത്, ഈ ആംബർ ടാക്സീസ് എന്ന് പറഞ്ഞ കമ്പനി എനിക്ക് ട്രിപ്പ് തരുന്നത് ഈ ഡ്രൈവർ കമ്പാനിയൻ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ വഴിയാണ് നമുക്ക് തരുന്നത് അവർ. ഓക്കെ, ആ ആപ്ലിക്കേഷൻ നമ്മൾ ജസ്റ്റ് ഊബർ ബോൾട്ട് എന്നൊക്കെ പറയുമ്പോൾ ഒരു ആപ്ലിക്കേഷൻ കണ്ടോ, ഡ്രൈവർ കമ്പാനിയൻ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. ഇതുവഴി നമ്മൾ വണ്ടി കിടക്കുന്ന പൊസിഷൻ, നമുക്ക് എവിടെ നിന്നാണ് എടുക്കേണ്ടത് എല്ലാം അവർ അയച്ചു തരും. അവരതിൻ്റെ ട്രെയിനിങ് കാര്യങ്ങളൊക്കെ തരും കേട്ടോ. ആംബർ ടാക്സീസ് ഈസ് എ ഗുഡ് കമ്പനി. ഓക്കെ, അപ്പോൾ ഇതെൻ്റെ അഭിപ്രായമാണ്. ഞാനിപ്പോൾ ജോലി ചെയ്യാൻ പോകുന്ന സ്ഥലം ഇവിടുന്ന് ഏകദേശം ഒരു നാട്ടിൽ 50 കിലോമീറ്റർ ഓടിപ്പോയി ആ ടൗണിൽ കിടന്നാണ് ഓടുന്നത് കേട്ടോ. കാര്യം ഈ ഒരു ഹക്നി ഗ്യാരേജ് എന്ന് പറയുന്ന ഈ ഒരു സംഭവം, ഈ വണ്ടി, എൻ്റെ ബാഡ്ജ് നിൽക്കുന്നത് അതിൻ്റെ ആ റാങ്ക്സ് എന്ന് വെച്ചാൽ ടൗൺ, ആ ഏരിയകളിൽ മാത്രമേ എനിക്ക് ഓടിക്കാൻ പറ്റുള്ളൂ, ആൾക്കാരെ പിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതൊക്കെയാണ് അതിൻ്റെ റൂളും കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മൾ വേണ്ട വണ്ടിയൊക്കെ ഫുൾ പൊടിയൊക്കെ പിടിച്ചിരിക്കുകയാണ്. ഇതൊന്ന് തുടച്ച് സെറ്റായി എടുക്കണം. ഒരു 5-10 മിനിറ്റ് പരിപാടിയാണ്. അതിനുശേഷം വീഡിയോയിലേക്ക് തിരിച്ചു വരാം. ഇത് കണ്ടോ, ടാക്സി എന്ന് എഴുതി വെച്ചിട്ടുണ്ടാവും കണ്ടോ. അതുപോലെ തന്നെ യെല്ലോ ലൈനിനകത്ത് ടാക്സി റാങ്ക്സ് ഉണ്ടാവും. ഇതൊരു ആൽഫ്രഡ് ടൗൺ എന്ന് പറഞ്ഞ ഒരു റെയിൽവേ സ്റ്റേഷനാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെയൊക്കെ വന്ന് കിടക്കും.
ഓട്ടം വരുന്നെങ്കിൽ നമുക്ക് അവർ ഡയറക്റ്റ് വന്ന് ബുക്ക് ചെയ്താൽ നമ്മൾ മീറ്റർ ഇട്ട് ഓടും. ഇനി കമ്പനി തരുന്ന ഓട്ടോ ആണെങ്കിലും അവർ എമൗണ്ട് മെൻഷൻ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ സ്റ്റാർട്ട് താരിഫ് മാറ്റുന്നു, ഒന്നിടുന്നു, ഓടുന്നു. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ സെറ്റപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ അങ്ങനെ നമ്മളെ ഫസ്റ്റ് ട്രിപ്പ് കഴിഞ്ഞേക്കാണ് കേട്ടോ. അപ്പോൾ ആ വന്ന 2 പേരാണ് ഞാൻ ഡ്രോപ്പ് ചെയ്തത്. പിന്നെ ഇവിടെ നമുക്ക് യൂറോപ്പിലെ പോലെയല്ല, ഒരുപാട് പിന്നെ പരിമിതികളുണ്ട് വീഡിയോ എടുക്കുന്നതിലൊക്കെ. ഞാൻ പിന്നെ യൂറോപ്പിൽ വണ്ടി ഓടുന്ന സമയത്ത് ഒരുപാട് എന്താ പറയുക, മൊബൈലൊക്കെ യൂസ് ചെയ്ത് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട്. ലീഗലി അതൊക്കെ തെറ്റാണ്, ആരും അങ്ങനെ ചെയ്യരുത്. ഇവിടെയെന്ന് വെച്ചാൽ ഭയങ്കര സ്ട്രിക്റ്റാണ് റൂൾസ്, കുറച്ചും കൂടി. ഫോൺ നമ്മൾ ഇപ്പോൾ മാപ്പായിരുന്നാൽ കൂടി നമ്മൾ ഡ്രൈവ് ചെയ്യുന്നതിന് മുമ്പ് എല്ലാം സെറ്റ് ചെയ്ത് പോകണം. നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ നമ്മൾ ഫോൺ ടച്ച് ചെയ്യണ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ പോയിൻ്റ് പോവും. അപ്പോൾ ഒരുപാട് പ്രശ്നങ്ങളാണ്, ലൈസൻസിനെ എഫക്റ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇപ്പം നമ്മുടെ ആപ്ലിക്കേഷനിൽ ഇതുപോലെയാണ് വന്നേക്കുന്നത് ഡീറ്റെയിൽ. ഓക്കെ, അതായത് ഇത് നമ്മൾ 88 ആൽഫട്ടോൺ റോഡ് എന്ന് പറയുന്നത് നമ്മുടെ പിക്ക് ചെയ്ത സ്ഥലമാണ്. ഈ ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ നമ്മൾ ഡ്രോപ്പ് ചെയ്ത സ്ഥലമാണ്. ഈ കോസ്റ്റ് എന്നുള്ളത് 10 എന്നുള്ളത് നമ്മുടെ എമൗണ്ടിൻ്റെ ചാർജാണ്. 10 എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, UK പൗണ്ട് 10 എന്ന് പറയുമ്പോൾ നാട്ടിൽ ഒരു 1000 രൂപയ്ക്ക് മുകളിലുണ്ടാവും. ഇതെന്ന് പറഞ്ഞാൽ ടോട്ടൽ ഒരു 6-7 കിലോമീറ്റർ ഉണ്ട്. മൈലാണെങ്കിൽ അത് കണക്കാക്കി ഒരു 3 മൈൽ 4 മൈൽ അതിനകത്ത്. ഓക്കെ, അപ്പോൾ ഇതുപോലെ നമുക്ക് വരും. നമ്മൾ പിക്ക് ചെയ്യും, ഡ്രോപ്പ് ചെയ്യുമ്പോൾ നമ്മളിവിടെ പേയ്മെൻറ്റ് എഴുതി അങ്ങ് വിടും. ഓക്കെ, അങ്ങനെയാണ് ഈ സംഭവം നമ്മൾ ചെയ്യുന്നത്. ഇപ്പം നമ്മൾ ഈ ഡ്രോപ്പ് ഓഫ് കൊടുത്തിട്ട് ഇവിടെ കണ്ടോ ഫെയർ 10, ഇത് ഫിക്സഡ് ഫെയർ ആണ്. ഇനി ഫിക്സഡ് ഫെയർ എന്ന് പറയുമ്പോൾ തന്നെ ഈ ഫിക്സഡ് ഫെയർ ക്യാഷ് എന്നും പറഞ്ഞ് വരും. അത് നമ്മൾ ഇങ്ങനെ ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു. പിന്നെ അടുത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഉള്ള പൊസിഷൻ ഇതാണ്. ഞാനിപ്പോൾ ഉള്ളത് സെൽസ്റ്റൺ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഓക്കെ, ഇതെല്ലാം നമ്മുടെ വണ്ടികൾ കിടക്കുന്ന, കമ്പനി കാറുകൾ കിടക്കുന്ന ടൗണുകളുടെ സ്ഥലമാണ്. ഓക്കെ, അപ്പോൾ നമുക്കിപ്പോൾ ഇത് ഫിക്സഡ് എന്ന് പറഞ്ഞ് വന്നുകൊണ്ട് നമുക്ക് പ്രൈസ് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇനി നമ്മളത് മീറ്ററാണ്, നാട്ടിലെ മീറ്റർ ടാക്സി ഇല്ലേ, അതുപോലുള്ള സംഭവമാണ്. അപ്പോൾ ഇതിനകത്ത് എത്ര പേർക്ക് അറിയാമെന്ന് എനിക്കറിയില്ല. ഇതിനകത്ത് നമ്മൾ ഈ താരിഫ് 1, താരിഫ് 2, താരിഫ് 3 എന്നൊക്കെ ഉണ്ട്. നമ്മൾ ഈ ടാക്സി പിടിക്കുമ്പോൾ ചില സമയങ്ങളിൽ നമ്മളൊരു സ്ഥിരം പോകുന്നൊരു സ്ഥലത്താണെങ്കിൽ കൂടി നമ്മൾ ടൈമിങ് വ്യത്യാസം വരും. രാവിലെ നമ്മൾ പിന്നെ തൊട്ട് പിന്നെ 6 മുതൽ വൈകിട്ട് ഒരു 11 മണി വരെയൊക്കെ നമുക്ക് ഒറ്റ താരിഫായിരിക്കും. അതിനുശേഷം പിന്നെ നമ്മൾ വൈകിട്ട് പിന്നെ 11 മണി തൊട്ട് അടുത്ത താരിഫ് 2 ആവും. താരിഫ് 2 ആകുമ്പോൾ അത് വീണ്ടും റേറ്റ് കൂടും. അതിനുശേഷം പിന്നെ പുലർച്ചെ ആകുമ്പോഴത്തേക്ക് അത് താരിഫ് 3 ആവും. അങ്ങനെ അത് മാറും. താരിഫ് ചെയ്യും. ഇപ്പം ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഇവിടെ സ്റ്റാർട്ടെന്ന് കൊടുക്കും. ഇപ്പോൾ കണ്ട 350 ആണ് മിനിമം പേയ്മെൻറ്റ്. അതായത് ഇവിടെ നിന്ന് അടുത്ത് ഒരു 1 മൈലിനകത്തൊക്കെ പോകുന്നെങ്കിൽ 350 ഉള്ളൂ. ഒരു 1.5 കിലോമീറ്ററിനകത്തൊക്കെ ആകുമ്പോൾ 350 പൗണ്ട്. ഇത് താരിഫ് 1 ആണ്. ഇപ്പോൾ നമ്മൾ ടൈം അനുസരിച്ച് ഈ താരിഫ് ഇങ്ങനെ ചേഞ്ച് ചെയ്ത് കൊടുക്കണം. താരിഫ് 2, താരിഫ് 3, താരിഫ് 4. ഓക്കെ, ഇതൊക്കെ നമുക്ക് ടെസ്റ്റിന് പഠിക്കുമ്പോൾ പഠിക്കും. അതുപോലെ തന്നെ നമുക്ക് ബാങ്ക് ഹോളിഡേയ്സിനൊക്കെ നമ്മൾ പിന്നെ ഈ താരിഫ് പിന്നെ മാറും. ബാങ്ക് ഹോളിഡേയ്സിനൊക്കെ താരിഫ് നമ്മൾ 4 ഇട്ട് വർക്ക് ചെയ്യും, ഈസ്റ്റർ ബാങ്ക് ഹോളിഡേയ്സിനും എല്ലാം. അപ്പം അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഞാനീ പറയുന്നത് പബ്ലിക് ഹയർ ടാക്സിയെ കുറിച്ചാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ്. ഇപ്പോൾ ഞാനിപ്പോൾ ഇന്നിപ്പം 10 പൗണ്ടിൻ്റെ ഓട്ടോ ഓൾറെഡി ഓടിയിട്ടുണ്ട് രാവിലെ എടുത്തിട്ട്. ഇപ്പം നമുക്ക് ഫിക്സഡ് ക്യാഷ് എന്ന് പറഞ്ഞ എമൗണ്ട് വരും. ഇനി അക്കൗണ്ട് എന്നും പറഞ്ഞ് കാണിക്കും. നമുക്ക് ഇത് ആപ്പിനകത്ത് അക്കൗണ്ട് എന്ന് കാണിക്കണമെങ്കിൽ അത് നമുക്ക് കയ്യിൽ ക്യാഷായിട്ട് കിട്ടില്ല. ഈ കമ്പനിയുടെ പോളിസി ഇങ്ങനെയാണ് കേട്ടോ, കയ്യിൽ ക്യാഷായിട്ട് നമുക്ക് കിട്ടില്ല. അവർ എല്ലാ വീക്കിൻ്റെ എൻഡിൽ അവരത് കൂട്ടും, അക്കൗണ്ട് ജോബ് എത്ര ചെയ്തിട്ടുണ്ടെന്ന്. ഇപ്പം അക്കൗണ്ട് ജോബ് ഒരു 250 ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അക്കൗണ്ട് ജോബിൽ നിന്ന് മാത്രം അവരുടെ വണ്ടി ഹയർ ചെയ്ത് ഓടുന്നതായതുകൊണ്ട് അക്കൗണ്ട് ജോബിൽ നിന്ന് മാത്രം അവരൊരു 12.75 കമ്മീഷൻ എടുക്കും. ഓക്കെ, പോയിട്ട് മീതി പൈസ നമ്മുടെ അക്കൗണ്ടിൽ തരത്തില്ല, നമ്മൾ വീക്കിലി കൊടുക്കാനുള്ള റെൻറ്റിൽ കുറയ്ക്കും. അപ്പോൾ നമ്മളുടെ വേറൊരു വണ്ടി പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അത് എൻ്റെ കൂടെ ടെസ്റ്റ് പാസ്സായ ആളാണ് കേട്ടോ. നമ്മൾ ഒരുമിച്ചാണ് ടെസ്റ്റ്. ഇനി ഈ ഞാൻ ഓടിക്കുന്ന ഹക്നി പിന്നെ ഗ്യാരേജ് അല്ലെങ്കിൽ ഈ പബ്ലിക് ടാക്സി. ഓക്കെ, ഇപ്പം UK ടാക്സി എന്ന് പറയുന്നത് 2 തരത്തിൽ ടാക്സി ഉണ്ട്. ഒന്ന് പ്രൈവറ്റ് ഹയറും ഒന്ന് ടാക്സി ഡ്രൈവർ എന്ന് എഴുതിയ ബാഡ്ജും. ടാക്സി ഡ്രൈവർ എന്ന് എഴുതിയ ബാഡ്ജാണ് ഞാനിപ്പോൾ ഓടുന്നത്. ഓരോ പിന്നെ എന്താ പറയുക കൗൺസിലുകളിലും ഡിഫറെൻറ്റ് റൂളാണ്. അതിൽ കോമൺ ആയിട്ടൊരു ഒറ്റ റൂളുള്ള കൗൺസിൽ വോൾവർഹാംപ്ടൺ കൗൺസിൽ മാത്രമേ ഉള്ളൂ കേട്ടോ. അവിടുത്തെ നമ്മൾ പ്രൈവറ്റ് ഹയർ ബാഡ്ജ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഓൾ ഓവർ UK നമുക്ക് വണ്ടി ഓടിക്കാൻ പറ്റും. ആരുടെ അണ്ടറിൽ വേണോ നമുക്ക് പിന്നെ
വർക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ അത് പ്രൈവറ്റ് ഹയറും പബ്ലിക് ടാക്സിയും തമ്മിൽ വ്യത്യാസമുണ്ട്. പ്രൈവറ്റ് ഹയറിൻ്റെ ബാഡ്ജ് ആണെങ്കിൽ നമുക്ക് അതിനകത്ത് പ്രൈവറ്റ് ഹയർ എന്ന് എഴുതിയിട്ടുണ്ടാവും. അതായത് നമുക്ക് ഈ സ്ട്രീറ്റ് ബുക്കിംഗ് കാര്യങ്ങളും ഒന്ന് കൈ കാണിച്ചാൽ എടുത്ത് പോകാനും, അതുപോലെ തന്നെ ഈ ടാക്സി റാങ്ക്സ്, അതായത് നമ്മൾ എല്ലാ ടൗണുകളിലുമുള്ള ടാക്സി പിന്നെ റാങ്ക്സുകളിലൊന്നും പാർക്ക് ചെയ്യാൻ പറ്റില്ല, ടാക്സി സ്റ്റാൻഡുകളിലൊന്നും, പിന്നെ ആളെടുക്കാൻ പറ്റില്ല. അങ്ങനെ നമുക്കൊരു കമ്പനി ത്രൂ, ഇപ്പോൾ ഊബർ, ബോൾട്ട്, അല്ലെങ്കിൽ ഇപ്പോൾ ഈവൻ ഈ കമ്പനി ആയിരുന്നാൽ കൂടി നമുക്ക് അവർ ബേസ് ത്രൂ കിട്ടുന്ന ഓട്ടം മാത്രമേ എടുക്കാവുള്ളൂ. കാര്യം ഈ എൻഫോഴ്സ്മെൻറ്റ് ഓഫീസേഴ്സൊക്കെ അത് ചെക്ക് ചെയ്യാനായിട്ടുണ്ടാവും. അവർ പാസഞ്ചറിനെ പോലെ വേഷം മാറി വരും. അവർ പിടിച്ചു കഴിഞ്ഞാൽ ഭയങ്കര നമ്മളെ ബാഡ്ജ് സസ്പെൻഡ് ചെയ്യും, അവർ റിവോക്ക് ചെയ്യും, അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഞാൻ ഈ ഓൾവർഹാംപ്ടൺ ബാഡ്ജ് കിട്ടാൻ മുമ്പ് പ്രൈവറ്റ് ഹയർ ബാഡ്ജ് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു മുമ്പ്. ഇപ്പം ഡേറ്റ ഒക്കെ കിട്ടി തുടങ്ങി ഈസി ആയിട്ട്. ഇപ്പോൾ ഓൾവർഹാംപ്ടൺ എങ്ങനെ അപ്ലൈ ചെയ്യാന്നുള്ളത് ഞാൻ പിന്നൊരു വീഡിയോയിൽ പറഞ്ഞുതരാം. അതിൻ്റെ കാര്യങ്ങളും അതിൻ്റെ ക്വസ്റ്റ്യൻസും എല്ലാം പറഞ്ഞുതരാം. അപ്പോൾ ഇതിപ്പോൾ ഞാൻ പറയുന്നത്, ഞാനിപ്പോൾ എടുത്തേക്കുന്നത് ടാക്സി ഡ്രൈവർ എന്ന് പറയുന്ന ബാഡ്ജാണ്. അതായത് ഈ കൗൺസിലിൻ്റെ ഈ ആംബർ വാലി എന്ന് പറയുന്ന ഡെർബി ഷെയറിനകത്ത് പെടുന്ന ഈ ഒരു കൗൺസിലിൻ്റെ അണ്ടറിൽ പെടുന്ന ടൗണുകൾ, റാങ്ക്സ് എന്ന് പറയും, അവിടെയെല്ലാം നമുക്ക് വർക്ക് ചെയ്യാം. പക്ഷേ ഈ ഒരു ടൗൺ വിട്ട് പുറത്ത് പോയി നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റില്ല. ഈ ടൗണിനകത്ത് വെച്ച് നമുക്ക് കമ്പനി ബേസ് ത്രൂ തരുന്ന ഓട്ടവും എടുക്കാം. ഇപ്പം നമ്മൾ ഫ്രീ ആയിട്ട് കിടക്കണമെങ്കിൽ നമുക്ക് ആരെങ്കിലും കൈ കാണിച്ചു കഴിഞ്ഞാൽ ഈ പരിധിക്കുള്ളിലാണെങ്കിൽ നമുക്ക് ഹയർ ചെയ്ത് പോവാം. അന്നത്തെ ടൈമിങ്ങും ദിവസമൊക്കെ കണക്കാക്കി നമുക്ക് എടുത്ത് പോവാം. ലാസ്റ്റ് അവർ പേ ചെയ്യും. ഓക്കെ. അപ്പം നമ്മൾ സ്ട്രീറ്റ് പിക്കപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് ആപ്ലിക്കേഷനകത്ത്. അപ്പം നമ്മുടെ ആപ്ലിക്കേഷനകത്ത് കമ്പനി ഓട്ടം തന്നില്ലെങ്കിൽ ആരെങ്കിലും കൈ കാണിച്ചാൽ ഈ പരിധിക്കുള്ളിലാണെങ്കിൽ നമുക്ക് എടുക്കാം. ഓക്കെ. പിന്നെ ഈ ഒരു കാറ്, ഇപ്പം ഈ ഒരു ജോലി, ഇപ്പോൾ UK ജോലി ചെയ്യുന്നവർ ഈ നിങ്ങൾക്ക് കാർ ലൈസൻസ് എടുത്ത് 1 ഇയർ മുകളിൽ കഴിഞ്ഞ് എക്സ്പീരിയൻസ് ഉണ്ട്, നിങ്ങൾക്ക് ഡ്രൈവിംഗ് UK വണ്ടി ഓടിച്ച് ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കമ്പനിയെ കോൺടാക്ട് ചെയ്യാം. അവർ ഓൾറെഡി എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് വേക്കൻസീസ് ഉണ്ടെന്ന്. പക്ഷെ ഞാനീ പറയുന്നത് ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ നമുക്ക് സ്കൂൾ ഓട്ടങ്ങളും കാര്യങ്ങളൊക്കെ ഓടി ഡെയിലി ഒരു 9 മണിക്കൂറൊക്കെ നമ്മൾ പണിയെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് മുമ്പേയൊക്കെ നല്ല പൈസ കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഇച്ചിരി ഡൗൺ ആണ്. എന്നാലും ഒരു ദിവസം നമുക്കൊരു 200 പൗണ്ട്, 150 പൗണ്ട്, 200 പൗണ്ടിനകത്ത് നമുക്ക് കിട്ടും. അതിൽ നമുക്കിപ്പം വണ്ടിയുടെ റെൻറ്റും ഫ്യൂവലും കഴിഞ്ഞിട്ട് നമുക്ക് ഏകദേശം ഒരു 120 പൗണ്ടൊക്കെ ടിപ്പൊക്കെ കിട്ടും കേട്ടോ. നല്ല ടിപ്പൊക്കെ തരുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. എനിക്ക് ഒരു ദിവസമൊക്കെ 2000, നാട്ടിലെ 2000, 3000 ഒക്കെ ടിപ്പ് കിട്ടിയ സമയങ്ങളുണ്ട്. അപ്പം അതൊക്കെ ഡിപ്പെൻസ് ആണ് ഓരോരുത്തരുടെ ഡീൽ ചെയ്യുന്ന രീതി. പിന്നെ തന്നെ ഇതിലൊരു വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ, ഇത് എന്താ പറയുക, നമ്മൾ പബ്ലിക് ഹയർ ടാക്സി ഇതിൻ്റെ ക്വസ്റ്റ്യൻസ് എന്ന് വെച്ചാൽ ഞാൻ കാണിച്ചു തരാം എങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണെന്നുള്ളത്. അതായത് ഈ നാടും നഗരവും ഫുള്ളായിട്ട് നമ്മൾ അറിയണം, പഠിക്കണം. അതായത് ഇന്ന ഹോസ്പിറ്റലിൽ നിന്ന് ഇന്ന സ്ഥലത്ത് പോകാനായിട്ട് എങ്ങനെ നമ്മൾ റോഡ് എടുക്കും, ഏതൊക്കെ നമ്പർ റോഡ് എടുക്കും, ഏതാണ് ഷോർട്ട് കട്ട്, അതൊരു പാരഗ്രാഫ് ഉണ്ടാവും. ആ പാരഗ്രാഫിൽ ABCD ഓപ്ഷൻസ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. പക്ഷേ ആ ക്വസ്റ്റ്യൻസ് എല്ലാം ഓൾമോസ്റ്റ് സെയിം ആയിരിക്കും കാണുമ്പോൾ. അതിൽ ചെറിയ 100 യാർഡ് കഴിഞ്ഞ് ലെഫ്റ്റ്, അല്ലെങ്കിൽ റൗണ്ട് അബൌട്ട് 3rd എക്സിറ്റ് എന്നൊക്കെ ഉള്ളത് മാത്രമേ വ്യത്യാസം ഉണ്ടാവും. അപ്പം കാണാതെ പഠിക്കുക എന്നുള്ളതൊരു ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടുള്ള ഓപ്ഷനാണ്. ഐ തിങ്ക് ഇറ്റ്സ് നോട്ട് പോസിബിൾ. പിന്നെ നിങ്ങൾക്കൊരു ഓപ്ഷൻ ഉണ്ട്, ഇതിൻ്റെ ട്രെയിനിങ്, നല്ല രീതിയിൽ ട്രെയിനിങ് അവർ തരും. നമ്മുടെ കമ്പനി നിങ്ങളെ കൊണ്ടുപോയി റൂട്ടൊക്കെ പഠിപ്പിച്ച് തരും ഫ്രീ ആയിട്ട്. അവരുടെ കാറിൽ അവരൊരു ടൈം പറയും, 2, 3, 4 തവണ പോയി ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഉള്ള സ്ഥലങ്ങളുടെ എല്ലാം റൂട്ട് പഠിപ്പിച്ച് തരും. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ടെസ്റ്റിന് പോണ സമയത്ത്, ടെസ്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു ഹാളിനകത്ത് നമുക്കവർ ടെസ്റ്റിൻ്റെ ക്വസ്റ്റ്യൻസ് ആദ്യമേ തരും പഠിക്കാനായിട്ട്. അതിനകത്ത് നിന്ന് ഒരു ഇത്ര ചോദ്യം മാത്രമേ ചോദിക്കുള്ളൂ. അതിനകത്ത് നമ്മളത് എന്താ പറയുക, ഇത്ര ക്വസ്റ്റ്യൻ പാസ്സാവണം. അപ്പോൾ അത് കമ്പ്യൂട്ടറിലാണ് ഈ ഒരു ടെസ്റ്റ് നടത്തുന്നത്, കമ്പ്യൂട്ടറിലാണ്. പക്ഷേ പ്രൈവറ്റ് ഹയർ ഓൾവർഹാംപ്ടൺ നടക്കുന്നത് 1 ഡേ ഫുൾ ട്രെയിനിങ്, ആഫ്റ്റർ ദ ട്രെയിനിങ് നമുക്ക് വിത്ത് എക്സാമാണ്. ഓക്കെ. അപ്പോൾ ആ എക്സാം നമുക്ക് അപ്പോൾ തന്നെ ഈവനിങ് നമുക്ക് ഇമെയിൽ വഴി റിസൾട്ട് കിട്ടും. ഓക്കെ, പേപ്പറിലാണ്. അപ്പോൾ ഇപ്പോൾ ഈ ഒരു ഞാൻ ജോലി ചെയ്യുന്ന ഹക്നി ടാക്സി ഡ്രൈവറുടെ എക്സാം നമുക്ക് റൂട്ടൊക്കെ പഠിച്ച ശേഷം ബുക്ക് ചെയ്ത് നമ്മൾ പിന്നെ അവിടെ പോയിട്ട് നമ്മൾ പിന്നെ 2-3 പേരെ ഉണ്ടാവുള്ളൂ. അവർ നമ്മൾ ആംബർ ടാക്സീസിൽ നിന്നാണ് വന്നതാണോ എന്ന് ചോദിക്കും. നമ്മളവിടെ ജസ്റ്റ് കമ്പ്യൂട്ടറിൽ എക്സാം അറ്റൻഡ് ചെയ്യും. അവർ നമുക്ക് ആൻസർ പറഞ്ഞു തരില്ല, പക്ഷെ അവർ നമ്മളെ ഹെൽപ്പ് ചെയ്യും. മീൻസ് നമ്മൾ എന്തെങ്കിലും ഡൗട്ടൊക്കെ ചോദിച്ചാൽ അവർ പറഞ്ഞു തരും. അത്രേ ഉള്ളൂ. ആൻസർ അവർ പറഞ്ഞു തരില്ല. എന്താ പറയുക, അങ്ങനെയുള്ള കാര്യങ്ങൾ. പക്ഷേ ഈസി ആയിട്ട് അതൊക്കെ നമുക്ക് പാസ്സാകുന്നുള്ള കേസേ ഉള്ളൂ. ഞാൻ 2ാമത്തേനെ പാസ്സായ, ഫസ്റ്റ് ഫെയിലായിപ്പോയി. അപ്പോൾ എന്താ പറയുക, എന്നെ സംബന്ധിച്ചിടത്തോളം ട്രക്കിൽ കയറുന്നവരൊരു ജോലി വേണം. അങ്ങനെയാണ് ഇത്. ഞാൻ യൂറോപ്പിലെ എക്സ്പീരിയൻസ് വെച്ചാണ് എനിക്ക് പിന്നെ ലൈസൻസ് കൺവേർട്ടായിട്ട്, പിന്നെ എനിക്ക് ഹെവി മാത്രം ആയില്ല. ഞാൻ ഇവിടെ ഓൾറെഡി ലൈസൻസിന് പഠിച്ചതാണ്. ബട്ട് ഫൈനലിൽ അവർ ഡിസിഷൻ ഇങ്ങനെ ആയിരുന്നു.
അപ്പോൾ എന്തായാലും അങ്ങനെയുള്ള കാര്യമാണ്. പിന്നെ നമ്മൾ ഈ പബ്ലിക് ഹെയർ ടാക്സിയുടെ മറ്റ് പ്രത്യേകതകളിൽ നമുക്ക് ഈ പറഞ്ഞിട്ടുള്ള പരിധികളിൽ നമുക്ക് കിടന്ന് ഓടാം, ഈ ആൾക്കാരെ എടുക്കാം. ഈ ബസ് ലൈനിൽ ടാക്സി വീൽ ചെയർ ടാക്സി അല്ല, സാധാ ടാക്സി എന്ന് എഴുതിയിട്ടുള്ള ബസ് ലൈനിൽ നമുക്ക് ആ ടൈമും കാര്യങ്ങളും ഡേയ്സ് ഒക്കെ നോക്കി നമുക്ക് കയറാം. ഇപ്പം ബസ് ലൈനൊക്കെ നമുക്ക് എല്ലാ ബസ് ലൈനിലും മുമ്പ് അവർ പിന്നെ 100 മീറ്റർ മുമ്പ് അവർ കറക്റ്റ് മെൻഷൻ ചെയ്യുന്നുണ്ട് ഈ ബസ് ലൈൻ എങ്ങനെയാണ്. അപ്പോൾ അത് നമ്മൾ നോക്കിയാൽ അതൊന്നും മാത്രമല്ല, എല്ലാം നമ്മൾ സൈൻ ബോർഡ് നോക്കിയാണ് നമ്മൾ യൂറോപ്പിലും UK യിലൊക്കെ ഡ്രൈവ് ചെയ്യുന്നത്. ഓൾമോസ്റ്റ് സെയിം ആണ്, പക്ഷേ UK കുറച്ചും കൂടി ഈ കാര്യങ്ങളിൽ കടുപ്പമാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിപ്പം വണ്ടി ഓടിക്കുമ്പോൾ ഒരു കാരണവശാലും ഫോൺ യൂസ് ചെയ്യാറില്ല. വണ്ടി സ്റ്റാൻഡ് ബൈ നിർത്തിയിട്ട ശേഷം മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളാണ്. അപ്പം ഞാൻ പറഞ്ഞു തന്ന ഒരു ദിവസം എനിക്കൊരു 200 പൗണ്ട് വരെ ഞാൻ എടുത്ത ദിവസമുണ്ട്. അപ്പം അങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്ക് അങ്ങനെ പ്രത്യേകിച്ച് ടൈമിംഗ്, പ്രത്യേകിച്ച് മണിക്കൂറുകൾ കാര്യങ്ങളൊന്നുമില്ല. 60 മണിക്കൂർ 70 മണിക്കൂറൊക്കെ വേണമെങ്കിൽ നമുക്ക് ജോലി ചെയ്യാം. അവർക്ക് മുൻകൂറായിട്ട് നമ്മൾ അവൈലബിലിറ്റി കൊടുക്കണം, അതനുസരിച്ച് അവർ നമുക്ക് ഷെഡ്യൂൾ തരും നമുക്ക്. ഓക്കെ, അങ്ങനെയുള്ളൂ. പിന്നെ ഇപ്പം നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഓഫൊക്കെ എടുക്കാം. നമുക്ക് വരാൻ പറ്റില്ലെങ്കിൽ അവരെ വിളിച്ച് റീസൺ പറയാം, അതൊന്നും ഒരു പ്രോബ്ലം അല്ല. അപ്പോൾ ഒരു ദിവസം 200 പൗണ്ടൊക്കെ ഓടി കിട്ടിയാൽ നമുക്ക് നല്ലതാണ്. കാര്യം ഈ അക്കൗണ്ടിൽ പറഞ്ഞ ജോബ് നമ്മൾ ആ ആഴ്ചയുടെ അവസാനം അവർ ഇതായിട്ട് കൂട്ടും. ആഴ്ചയുടെ അവസാനം അവർ കൂട്ടിയിട്ട് നമ്മൾ കൊടുക്കാനുള്ള റെൻറ്റിൽ കുറയ്ക്കും. പക്ഷേ നമ്മൾ കറക്റ്റായിട്ട് ജോലിക്ക് വന്നില്ല, നമ്മൾ റെൻ്റ് പിന്നെ കറക്റ്റായിട്ട് ജോലി ചെയ്യുന്നില്ല, മണിക്കൂർ ചെയ്യുന്നില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ റെൻറ്റ് കൊടുക്കാൻ വേണ്ടി മാത്രം ജോലി ചെയ്യേണ്ട ഒരു സാഹചര്യം വരും. എനിക്കിപ്പോൾ കഴിഞ്ഞ സ്കൂൾ അടപ്പിനൊക്കെ കഴിഞ്ഞ മാസമൊക്കെ ഞാൻ ജോലി ചെയ്ത മുഴുവൻ കാശിന് റെൻറ്റാണ് പോയത്. കാര്യം ഓട്ടം കുറവായിരുന്നു. കാര്യം 100 പൗണ്ടിലൊന്നും ഓടി മതിയാക്കിയാൽ നമുക്ക് വണ്ടി റെൻറ്റും വണ്ടിയുടെ പിന്നെ വാടക മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോഴാണ് ഞാൻ നിരന്തരം വോൾവർഹാംപ്ടൺ പ്രൈവറ്റ് ഹെയർ ബാഡ്ജ്, അതായത് ഇതുപോലെ ഹക്നി ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റില്ല, അതിനുവേണ്ടി ട്രൈ ചെയ്തതും ദൈവം സഹായിച്ച് അത് കിട്ടുകയും അത് പാസ്സാവുകയും ചെയ്തു. അപ്പം അതൊന്ന് ഇപ്പം നമുക്ക് ഓരോ കൗൺസിലിനും ഡിഫറെൻറ്റ് റൂളാണെന്ന് പറഞ്ഞില്ലേ. ഇപ്പം നമ്മൾ അടയ്ക്കുന്ന ബാഡ്ജ്, ഈ ബാഡ്ജിൻ്റെ ഇവിടുത്തെ പൈസ എന്ന് പറഞ്ഞാൽ 145 പൗണ്ടാണ്. ഒരു വർഷത്തേക്ക് 14,500 രൂപ ഈ ലൈസൻസിൻ്റെ ബാഡ്ജിൻ്റെ. മീൻസ് ഒരു വർഷത്തേക്കല്ല, അതിനൊരു ഇതുണ്ടാവും. എനിക്കിപ്പോൾ 2.5 വർഷത്തേക്കാണ് കിട്ടിയിരിക്കുന്നത്. നമ്മൾ UK യിൽ എത്ര ലീഗലി എത്ര നാൾ നിൽക്കുന്നു അതിനെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും നമുക്കത് ബാഡ്ജ് വരുന്നത്. ഓക്കെ, നമുക്ക് അതിന് വേണ്ട ഡോക്യുമെൻറ്റ്സ് എന്ന് പറയുന്നത് നാഷണൽ ഇൻഷുറൻസ് ഡോക്യുമെൻ്റ് എന്ന് പറയുന്ന സംഭവം വേണം. അവർ ബാഡ്ജ് ഇഷ്യൂ ചെയ്യുന്നതിന് മുമ്പ് BRP മാത്രം, ബയോമെട്രിക് റെസിഡൻസ് പെർമിറ്റ് പോരാ, നാഷണൽ ഇൻഷുറൻസ് നമ്പർ, അത് നമുക്ക് HMRCയുടെ സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഓൺലൈൻ വഴി നമുക്ക് അപ്ലൈ ചെയ്ത പോസ്റ്റ് വഴി കിട്ടും. HMRC വഴി ആകുമ്പോൾ പെട്ടെന്ന് എടുക്കാൻ പറ്റും, അതെല്ലാവർക്കും കിട്ടും. ഓക്കെ, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ സെൽഫ് എംപ്ലോയ്ഡ് ജോലി അല്ലാത്ത ജോലിയിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ നിങ്ങളെ പേ സ്ലിപ്പിനകത്ത് നാഷണൽ ഇൻഷുറൻസ് നമ്പർ ഉണ്ടെങ്കിൽ അത് വെച്ചാലും കാണിച്ചാലും മതി. ഓക്കെ, ഇതൊക്കെ നമുക്ക് ലൈസൻസ് കിട്ടുന്നതിന് മുമ്പാണ്. ഇപ്പോൾ ഇതുപോലുള്ള ഇപ്പോൾ UK യിൽ ഒരുപാട് കൗൺസിലുകളുണ്ട്. ഓരോ കൗൺസിലുകളിലും ഈ ഹക്നി ഗാരേജ് എന്ന് പറയുന്ന പബ്ലിക് ഹെയർ ടാക്സീസിന് റൂള് ഡിഫറൻ്റ് ആണ്. പക്ഷേ വോൾവർഹാംപ്ടൺ പ്രൈവറ്റ് ഹെയർ ടാക്സീസിന് ഓൾ ഓവർ UK നമുക്ക് പ്രൈവറ്റ് ഹെയർ ഡ്രൈവറായിട്ട് നമുക്ക് ഏത് ഓപ്പറേറ്ററുടെ അണ്ടറിലും വർക്ക് ചെയ്യാം. അതിന് വേറെ പ്രശ്നമൊന്നുമില്ല. പക്ഷേ പ്രീ ബുക്കിംഗ് മാത്രമേ എടുക്കുക. ഓക്കെ, അല്ലാതെ ബേസ് ത്രൂ അത് മാത്രമേ എടുക്കുക, അത്രേ ഉള്ളൂ. ഇതാകുമ്പോൾ അങ്ങനെയില്ല. പിന്നെ നമുക്ക് ഈ ഓരോ ടൗണുകളിലെ ഈ നമ്മുടെ പരിധിക്കുള്ള ടൗണുകളിലെ റാങ്ക്സ് ടാക്സി സ്റ്റാൻഡുകളിൽ പാർക്ക് ചെയ്യാം. ബസ് ലൈനുകളിൽ ടാക്സി ഉള്ള സമയത്ത് ഇത് ഉപയോഗിക്കാം. പ്രൈവറ്റ് ഹെയറിൽ അതൊന്നും പറ്റില്ല. ടാക്സി സ്റ്റാൻഡുകളിൽ ആളെടുക്കാനോ ഇറക്കാനോ പാടില്ല. ഈ ഊബർ ബോൾട്ടൊക്കെ ഇല്ലേ, അതുപോലെ തന്നെ ബസ് ലൈൻ ഉപയോഗിക്കാൻ പാടില്ല. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ അതിലുണ്ട്. പക്ഷേ അതിൽ കുറേ നല്ലതുമുണ്ട്. കാര്യം ഇപ്പോൾ അതിലിപ്പം ഈ ഒരു ആംബർ വാലി കൗൺസിലിനെ പോലെ തന്നെ എല്ലാ കൗൺസിലിലും അവർ പറയുന്നുണ്ട് 5 വർഷമുള്ള ഉപയോഗിക്കാവുന്ന വണ്ടി ഉപയോഗിക്കാം, 5 വർഷത്തിന് താഴെ ഓൾഡുള്ള വണ്ടി ഉപയോഗിക്കാം. നമുക്ക് വോൾവർഹാംപ്ടൺ ആകുമ്പോൾ 12 വർഷം വരെ എടുത്തിട്ട് 12 വർഷം വരെ പഴക്കമുള്ള വണ്ടികൾ നമുക്ക് ഉപയോഗിക്കാം. അത് 10 വർഷത്തിന് മുകളിലോട്ട് ഉള്ള വണ്ടിയാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ, 10നും 12നും ഇടയ്ക്കുള്ള വണ്ടിയാണ് എടുക്കണമെങ്കിൽ നമ്മൾ ഓരോ 6 മാസം കൂടുമ്പോഴും മെക്കാനിക്കൽ ടെസ്റ്റ് വണ്ടിക്ക് ചെയ്യണം. ഇനി 10 വർഷത്തിന് താഴെ പഴക്കമുള്ള വണ്ടിയാണെങ്കിൽ ഓരോ വർഷവും ഒരു പ്രാവശ്യം ചെയ്യണം. അങ്ങനെയാണ് അതിൻ്റെ റൂള്. അപ്പോൾ ഞാനിപ്പോൾ സത്യം പറഞ്ഞാൽ ഇവിടെ വന്നിട്ട് ടാക്സി ഓടാൻ വേണ്ടിയാണെങ്കിൽ ഒരു EMIക്ക് ഒരു കാർ എടുത്തായിരുന്നു, വൈഫിൻ്റെ ജോലി സ്റ്റാറ്റസ് ഒക്കെ വെച്ചിട്ട്. അതാണെങ്കിൽ മാസം 25,000 രൂപ നാട്ടിലെ അടവ്, 250 പൗണ്ട്. പിന്നെ അതിൻ്റെ ഇൻഷുറൻസ് ആണ് ഇവിടെ കാറിനെ കാട്ടിയിട്ടും അടവ്. കാര്യം നമ്മുടെ വണ്ടിയുടെ മാർക്കറ്റ് വാല്യൂവും നമ്മുടെ നമ്മുടെ ലൈസൻസ് എടുത്തിട്ട് എത്ര നാളായി, നമ്മുടെ ലൈസൻസ് നമ്മൾ മുമ്പ് എന്തെങ്കിലും ആക്സിഡൻറ്റ് നടന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഇൻഷുറൻസുമായിട്ടോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട് ഈ ടാക്സ് അടയ്ക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഇല്ലീഗൽ ആക്ടിവിറ്റി നടത്തിയിട്ടുണ്ടോ, അതൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമ്മുടെ എമൗണ്ട് ഹയർ ആവുന്നത്. അപ്പോൾ എനിക്ക് ഇവിടെ വന്നിട്ട് ഇപ്പോൾ UK യിൽ ഒരു 1 year എക്സ്പീരിയൻസ്, 1 and above എക്സ്പീരിയൻസ് ആയുള്ളൂ. അതുകൊണ്ട് എനിക്ക് അത്യാവശ്യം നല്ലൊരു എമൗണ്ട് ഉണ്ട്. പിന്നെ വൈഫിനെ കൂടെ ആഡ് ചെയ്തായിരുന്നു ഞാൻ ആ കാറിൽ. അപ്പോൾ എനിക്ക് 230 പൗണ്ടോളം നാഷ്മെല്ലോ എന്ന് പറഞ്ഞ ഇൻഷുറൻസാണ് ഞാൻ എടുക്കുന്നത്. അങ്ങനെ ഒരു വണ്ടിക്ക് 50,000 രൂപ മാസം ഞാൻ വെറുതെ അവിടെ കിടക്കുക. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പ്രൈവറ്റ് ഹെയർ ഓടാം,
ഇപ്പോൾ ഈ കമ്പനി തന്നെ എനിക്ക് എൻ്റെ വണ്ടിയിൽ ഓടാൻ പറ്റും. അവർക്ക് ഞാൻ പറഞ്ഞ എനിക്ക് കമ്മീഷൻ കൊടുത്താൽ മാത്രം മതി, റെൻറ്റ് കൊടുക്കണ്ട. അതായത് 100 പൗണ്ടിന് ഓടുമ്പോൾ 15 പൗണ്ട് കമ്മീഷൻ കൊടുത്താൽ മതി. അപ്പോൾ അതിന് വേണ്ടിയാണ് അത് എടുത്തത്. അതിൻ്റെ പേപ്പർ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ദൈവം സഹായിച്ചാൽ അത് ഉടനെ സെറ്റായി കഴിഞ്ഞാൽ ആ വണ്ടിയിലോട്ട് നൈസാ മാറും. അപ്പം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്. ഈ ടാക്സി ഫീൽഡിൽ നമുക്ക് ലാഭമൊക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഓടാൻ തയ്യാറാണ്. അവർ നമ്മൾ ഓട്ടവും തരും. അറ്റ് ദി എൻഡ് ഓഫ് ദി വീക്ക് ഇപ്പോൾ ചില ദിവസങ്ങളൊക്കെ ഡൗൺ ആയാലും അവരത് ക്ലിയർ ആക്കി നമുക്ക് അവസാനം നല്ലൊരു എമൗണ്ട് നമുക്ക് കിട്ടും. അതായത് എനിക്ക് ഒരു 1100 പൗണ്ട്, 1 ലക്ഷം രൂപയ്ക്കൊക്കെ നാട്ടിൽ ഓടിയെടുക്കുമ്പോൾ ഒരു 35,000 റെന്റ്, പിന്നെ ഒരു 200-250 ഫ്യൂവൽ, 200 ഫ്യൂവൽ പോയിട്ട് ഒരു എന്തായാലും 50 രൂപയ്ക്ക് ഒരു വീക്കിൽ കയ്യിൽ ഇരുന്ന ദിവസങ്ങളുണ്ട്, ആഴ്ചകളുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ഒരു മാസത്തിൽ എന്തായാലും ഒരു 2 ലക്ഷം രൂപ നമ്മുടെ കയ്യിൽ ഇരിക്കും. ഓക്കെ, നമുക്ക് ഇൻഷുറൻസ് കൊടുക്കണ്ട, എല്ലാം കഴിഞ്ഞ്. പക്ഷെ നമ്മൾ വർക്ക് ചെയ്തില്ല, നമുക്ക് ഓട്ടം കിട്ടിയില്ലെങ്കിൽ നഷ്ടമാണ്. കഴിഞ്ഞ മാസങ്ങളിലൊക്കെ സത്യം പറഞ്ഞാൽ ഭയങ്കര ശോകമായിരുന്നു, ഒന്നും കയ്യിൽ മിച്ചമില്ലായിരുന്നു. ഇപ്പോഴും ഒന്ന് സെറ്റായി വരുന്നതേ ഉള്ളൂ. അതുപോലെ ഇപ്പോൾ വീഡിയോ എടുക്കാൻ വേണ്ടി ഒരു 10 മിനിറ്റ് കൊണ്ട് ഇപ്പോൾ വെറുതെ കിടക്കുക. ഇനി നമ്മൾ ഓട്ടം കിട്ടാൻ ചാൻസ് ഉള്ള ഏരിയയിലോട്ട് പോയാലേ നമുക്ക് ഓട്ടം കിട്ടുള്ളൂ. നമുക്കത് കുറച്ചാൾ ഓടുമ്പോൾ മനസ്സിലാവും. അപ്പോൾ അതുപോലെ തന്നെ ഈ വോൾവർഹാംപ്ടന്റെ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നമുക്ക് ടാക്സിനൊക്കെ 3 വർഷത്തേക്കൊക്കെ ഒറ്റ ചെറിയ എമൗണ്ടേ ഉള്ളൂ. 90 പൗണ്ട് 12 വർഷം വരെയുള്ള വണ്ടി നമുക്ക് ഉപയോഗിക്കാം. ഇവിടെ എന്ന് പറഞ്ഞാൽ 5 വർഷം വരെ പറ്റുള്ളൂ. അല്ലെങ്കിൽ എൻ്റെ വണ്ടി ഞാൻ ഇവിടെ തന്നെ ഓടിയാണ്. എൻ്റെ 2017 മോഡൽ ടൊയോട്ട ഹൈബ്രിഡ് ഓറിസ. ഓക്കെ, അപ്പം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ലാഭം ഉണ്ടാകുന്ന വെച്ചാൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല. പിന്നെ എനിക്കിപ്പോൾ ഒരു പ്രശ്നമുണ്ട്. എനിക്ക് കാലിൻ്റെ മുട്ടൊക്കെ നല്ല വേദനയാണ്. കാര്യം നമ്മൾ ഈ ട്രക്കിലിരുന്ന് ഓടുമ്പോൾ നമ്മളെ സീറ്റ് ഇരിക്കുന്നത് ഇങ്ങനെയാണ്, പൊക്കത്തിൽ കാലിങ്ങനെ ഇരിക്കുന്നത്. ഇതെന്ന് പറയുമ്പോൾ ഇങ്ങനെ ഇരിക്കുന്നത് നമ്മുടെ കാല്. അപ്പോൾ അങ്ങനെ ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. ഇടയ്ക്കൊക്കെ പിന്നെ കാലൊക്കെ എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്യും. അങ്ങനെ പോകുന്നു, കുഴപ്പമൊന്നുമില്ല. അങ്ങനെ കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട്. ഇടയ്ക്ക് ഒരു വീഴ്ച വീണ് കൈയൊന്നും ഇതുവരെ ശരിയായില്ല. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ബാക്കിയെല്ലാം ദൈവം സഹായിച്ച് അടിപൊളിയായിട്ട് പോകുന്നു. അപ്പോൾ ഞാൻ ഈ പറഞ്ഞത് UK ടാക്സി ഡ്രൈവറായിട്ട് ജോലി ചെയ്യുന്ന ആൾക്കാർ, താല്പര്യമുള്ളവർ, നിങ്ങളിപ്പം നിങ്ങൾ അടുത്തുള്ള കൗൺസിലാണെങ്കിൽ നിങ്ങൾ നോക്കുക. പക്ഷേ ഞാൻ ഈ പറഞ്ഞ കൗൺസിലുകളിലൊക്കെ ഈ പറഞ്ഞ വർഷത്തിനകത്തുള്ള വണ്ടികൾ മതി. പ്രൈവറ്റ് ഹെയർ ആണെങ്കിലും പബ്ലിക് ഹെയർ ആണെങ്കിലും വർക്ക് ചെയ്യണമെങ്കിൽ. പക്ഷേ പിന്നെ തിയറി എക്സാം മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, വോൾവർഹാംപ്ടണിലെ എക്സാം കുറച്ച് ഈസിയാണ്. നമ്മൾ ആ ക്ലാസ് കറക്റ്റായി കേട്ടിരുന്ന് കഴിഞ്ഞാൽ അവർ പഠിപ്പിക്കുന്നത് പിന്നെ നമുക്ക് എൻഡ് ടൈം ആകുമ്പോൾ നമുക്ക് എക്സാം പാസ്സാവും. പിന്നെ അതിൻ്റെ കുറച്ച് ഹെൽപ്പ് കീ ക്വസ്റ്റ്യനും അതെങ്ങനെയാണെന്നൊക്കെ ഞാൻ വേറെ വീഡിയോ ചെയ്യാം. പിന്നെ ഇതെന്ന് പറയുമ്പോൾ ഈ നാടും നഗരവും നമ്മൾ ഫുൾ പാരഗ്രാഫാണ്. നമുക്ക് നന്നായിട്ട് റൂട്ടൊന്ന് ഫ്രീ ടൈമിലൊക്കെ ഞാൻ വൈഫുമായിട്ടൊക്കെ പോയി വണ്ടിയിലൊക്കെ പോയി ഓടിച്ചൊക്കെ പഠിച്ച് അങ്ങനെ കുറേ ചെയ്തു. പിന്നെ അവരുടെ ഭാഗത്തുനിന്ന് ഇങ്ങനെ ഹെൽപ്പ്, കമ്പനിയുടെ ഭാഗത്തുനിന്ന് ഹെൽപ്പൊക്കെ ഉണ്ടായിരുന്നു. പിന്നെന്താ പറയുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്. പിന്നെ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ചില കൗൺസിലുകളിൽ പ്രാക്ടിക്കൽ എക്സാം ഉണ്ടാവും, വണ്ടി ഓടിച്ചും കൂടെ കാണിക്കേണ്ടി വരും കേട്ടോ. ഇവിടെ ഇപ്പം ഈ പറഞ്ഞ കൗൺസിലുകളിൽ അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. ഓരോ കൗൺസിലുകൾ മാറുന്നതനുസരിച്ച് ഓരോ കൗൺസിലുകളിലും ഡിഫറെൻറ്റ് റൂളാണ്. പക്ഷേ ഇതിൻ്റെ ഒരു വഴികൾ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പോൾ നിങ്ങളാണ് ചിന്തിക്കുക. ഇപ്പം നമ്മൾ UK സംബന്ധിച്ചിടത്തോളം നമ്മൾ എവിടെ ജോലി ചെയ്താലും നമുക്കൊരു മിനിമം ഒരു എമൗണ്ട് പേ ചെയ്യണമെന്നുള്ള റൂളുണ്ട്. അവിടെ വേറെ വിഷയവും കാര്യങ്ങളൊന്നുമില്ല. യൂറോപ്പിലും ഉണ്ട്. പക്ഷേ യൂറോപ്പിൽ നമ്മളെ കോൺട്രാക്ട് ബേസിലായിരിക്കും. പല ടൈപ്പ് കോൺട്രാക്റ്റ് ഉണ്ട്. അതിനെ ബേസ് ചെയ്തായിരിക്കും നമ്മളെ ശമ്പളം വരുന്നത്, മണിക്കൂറിന്, അവേഴ്സ്. അതുപോലെ മറ്റ് ആനുകൂല്യങ്ങളും. പക്ഷേ UK എന്ന് പറയുമ്പോൾ നമുക്കിപ്പം വെയർ ഹൗസിൽ ജോലി ചെയ്താലും നമുക്ക് UK ട്രക്കിലെടുക്കും പോലെ ഒരു മാസം എന്തായാലും ഒരു 1.5 ലക്ഷം രൂപ നമുക്ക് ശമ്പളം എടുക്കാൻ പറ്റും വെയർ ഹൗസിൽ ജോലി ചെയ്താലും. പിന്നെ ഫാമിലിയിൽ രണ്ടുപേരും ജോലി ചെയ്തില്ലെങ്കിൽ പട്ടിണി കിടക്കേണ്ടി വരും, അത് വേറൊരു കേസ്. അപ്പോൾ എന്തായിരുന്നാലും എന്താ പറയുക, അപ്പോൾ ഇന്നത്തെ ദിവസത്തെ പരിപാടികൾ ഇതൊക്കെയാണ്. അവസാനം നമുക്ക് ഇന്ന് എത്ര രൂപയ്ക്ക് ഓടിയെന്നും കൂടെ പറഞ്ഞ് നമ്മളെ വീഡിയോ അവസാനിപ്പിക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതുകൊണ്ടെങ്കിൽ നിങ്ങളുടെ നമ്പറോ അല്ലെങ്കിൽ നിങ്ങളുടെ പിന്നെ ഡീറ്റെയിൽ തന്നാൽ ഞാൻ അങ്ങോട്ട് കോൺടാക്ട് ചെയ്യാം. ഓക്കെ, പിന്നെ ഈ ടെസ്റ്റും ക്വസ്റ്റ്യനുമായിട്ടുള്ള എന്ത് ഹെൽപ്പ് വേണമെങ്കിലും ആർക്കും എനി ടൈം മെസ്സേജ് അയക്കാം, മീൻസ് കമൻറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മുടെ യാത്ര കണ്ടിന്യൂ ചെയ്യുവാണ്. ഇത് നമ്മുടെ ഇനി വേറൊരു കാര്യം കൂടെ പറഞ്ഞില്ലല്ലോ. ഈ നമ്മുടെ പേയ്മെന്റ് എന്ന് പറയുമ്പോൾ അക്കൗണ്ടിൽ വരുന്നത് ഞാൻ ആ രീതിയിൽ പറഞ്ഞു. പിന്നെ ക്യാഷ് ആയിട്ട് വരും. ക്യാഷ് ആയിട്ട് തരുന്നത് നമ്മൾ ചേഞ്ച് കൊടുക്കും. എത്രയാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇപ്പോൾ 5 പൗണ്ടെങ്കിൽ 5-10 തരുമ്പോൾ ബാക്കി കൊടുക്കും. ചിലർ ബാക്കി വെച്ചോളം പറയും. പിന്നെ ഇതാണ് സമ്മപ്പ് എന്ന് പറയുന്ന മിഷൻ. ഓക്കെ, ഇത് കാർഡ് പേയ്മെന്റ് ആണ്. ഈ ഒരു ജോലിക്ക് ഇറങ്ങുമ്പോൾ തന്നെ ഈ ഒരു സാധനം നമ്മൾ വാങ്ങിച്ച് നമ്മൾ രജിസ്റ്റർ ചെയ്യണം. ഓക്കെ, ഇതിനകത്തൊരു ചെറിയ പെർസെൻറ്റേജ് പിന്നെ ഈ സമ്മപ്പുകാരെടുക്കും. അത് യൂറോപ്പിലും എല്ലാം സെയിം തന്നെയാണ്, UK അപ്പോൾ ഇത് നമുക്ക് ഈസിയാണ്. നല്ലൊരു മെഷീനാണ് ഞാൻ വാങ്ങിച്ചത്, സമ്മപ്പ്. ഇതിൻ്റെ വലിയ കാശൊന്നുമില്ല, 39-49 പൗണ്ടേ ഉള്ളൂ. നല്ല സാധനമാണ്, നല്ല ക്വാളിറ്റിയാണ്. ഞാൻ 2 തവണ ഇത് വാങ്ങിച്ചിട്ട് ചാർജ് ചെയ്തോളൂ 6 മാസത്തിൽ. ഇടയ്ക്ക് ആവശ്യമുള്ളപ്പോൾ മാത്രം യൂസ് ചെയ്യും. ഫോണുമായിട്ട് കണക്ട് ചെയ്യും. നമ്മൾ അടിക്കേണ്ട എമൗണ്ട് ട്രിപ്പ് കഴിയുമ്പോൾ അടിക്കും. അവർ കാർഡ് വെച്ച് വരെ വൈഫൈ ഉണ്ട്, സ്മാർട്ട് കാർഡ് വെച്ച് ഇത് ചെയ്യും, അല്ലെങ്കിൽ ഇൻസർട്ട് ചെയ്യാം.
നമുക്ക് അങ്ങനെയാണ് പേയ്മെൻറ്റ് ചെയ്യണം. ഈ പേയ്മെൻറ്റ് നമുക്ക് ഡെയിലി ഓപ്ഷനിൽ ഡെയിലി അക്കൗണ്ട് വരത്തക്ക രീതിയിൽ ബിസിനസ് ഡേയ്സിൽ നമ്മുടെ അക്കൗണ്ടിൽ വരും. അല്ലെന്നുണ്ടെങ്കിൽ വീക്കിലി വരണമെങ്കിൽ വീക്കിലി അല്ലെങ്കിൽ മന്ത്ലി അങ്ങനെ എങ്ങനെ വേണം നമുക്ക് വരാം. ഞാനിപ്പോൾ ഇട്ടേക്കുന്നത് ഡെയിലിയാണ്. കാര്യം ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ നമ്മളെ കയ്യിൽ കാശുണ്ടാവില്ല. കാര്യം ഇവിടെ വന്ന് സത്യം പറഞ്ഞാൽ നല്ല സ്ട്രഗിളിങ്ങിലൂടെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. എനിവേ എന്തായിരുന്നാലും ഇതൊക്കെയാണ് കാര്യങ്ങൾ. പിന്നെ ട്രക്ക് ഡ്രൈവേഴ്സിനും നല്ല ശമ്പളമൊക്കെ ഉണ്ട്. എക്സ്പീരിയൻസ് അനുസരിച്ച് ഇവിടെ നല്ല ശമ്പളമുണ്ട്. എനിക്കും യൂറോപ്പിലെ എക്സ്പീരിയൻസ് അനുസരിച്ച് നല്ല കമ്പനികളൊക്കെ ഓഫറൊക്കെ കിട്ടുന്നുണ്ട്. പിന്നെ എന്താ പറയുക, ഇനിയിപ്പം ഫാമിലി നാട്ടിൽ നിന്നൊക്കെ ആരെങ്കിലുമൊക്കെ വന്ന ശേഷമേ അതിലോട്ടൊക്കെ പൂർണ്ണമായിട്ട് ലൈസൻസ് കിട്ടിയ ശേഷം ഇറങ്ങും. പഴയതുപോലെ നമ്മൾ വീഡിയോ ആയിട്ടൊക്കെ വരും. എന്താ പറയുക, ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസൊക്കെ നമ്മൾ ഷെയർ ചെയ്യും. എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരു ഗൂഗിളിലോ ഒന്നിലും പഠിച്ചിട്ടോ ഒന്നും എൻ്റെ ചാനലിൽ പറഞ്ഞിട്ടില്ല. എല്ലാം എൻ്റെ എക്സ്പീരിയൻസ് ആണ്. അതുകൊണ്ട് തന്നെ ഹ്യൂമൻ എറേഴ്സ് ഉണ്ടാവും. എല്ലാവരും എന്തെങ്കിലും ഉണ്ടെങ്കിൽ തിരുത്തുക, ഇഗ്നോർ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ബാക്കി ഇന്ന് നമുക്ക് എത്ര രൂപയ്ക്ക് ഓടിയെന്നറിയാം. ഇപ്പോൾ സമയം ഇപ്പോൾ 10 മണിയായി. ഇനി എനിക്ക് തിരിച്ച് ബേസിലോട്ട് ആ ഏരിയയിലോട്ട് പോയാലേ ഓട്ടം കിട്ടുള്ളൂ. ഇവിടെ കിടന്നാൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കാനേ പറ്റുള്ളൂ. അങ്ങനെ നമ്മൾ രണ്ടാമത്തെ ജോലി ഇന്നത്തെ ചെയ്തേക്കണം കേട്ടോ. ഇത് ക്യാഷ് എന്ന് എഴുതിയിട്ടുണ്ട് കേട്ടോ. ഇത് ഇവിടുന്ന് എടുത്ത് നമ്മൾ കൊണ്ടാക്കി. ഇത് പോകുന്ന പാസഞ്ചേഴ്സായിരുന്നു. ചിലപ്പം വീൽ ചെയറൊക്കെ ഉണ്ടാവും, അവരെ നമ്മൾ ഹെൽപ്പ് ചെയ്യണം കയറ്റാനും ഇറക്കാനും ഒക്കെ. ഇത് താരിഫ് 1 ഇട്ട് ഓടിയതാണ് കേട്ടോ. 10.86. നമ്മൾ എത്തുമ്പോഴത്തേക്കും നമ്മൾ സ്റ്റോപ്പ് ഇടും. അതുപോലെ നമ്മൾ കയറുമ്പോൾ മാത്രമേ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാവുള്ളൂ, അല്ലെങ്കിൽ അവർ പ്രശ്നം ഉണ്ടാക്കും. അതുപോലെ തന്നെ ഇത് തന്നെ ഈ നമ്മളെ ഈ മിനിമം ചാർജുള്ള 350 ആണ്. ഈ ടാക്സി ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇതിൻ്റെ എന്താ പറയുക, ഇതിൻ്റെ റൂട്ടുകളും കാര്യങ്ങളൊക്കെ കറക്റ്റ് അറിയണം. നമ്മൾ ഗൂഗിൾ മാപ്പ് തന്നെ കാണിക്കുന്ന വഴിയെ പോയി കഴിഞ്ഞാൽ മൈല് കൂടിക്കഴിഞ്ഞാൽ എമൗണ്ട് കൂടും. എമൗണ്ട് കൂടിക്കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലാണെങ്കിലും നമ്മൾ ചുറ്റിച്ച് മീറ്റർ ഇട്ടിട്ട് ചുറ്റിച്ച് കൊണ്ടുപോകുന്നത് പൈസ കൂടുതൽ വാങ്ങാനാണെന്ന് പറയില്ലേ, അതുപോലെ തന്നെ ഇവരും പ്രശ്നമാക്കും. അപ്പം അതുകൊണ്ടാണ് ഈ കൗൺസിൽ എക്സാം നടത്തുമ്പോൾ ഈ ടൗണും ഈ റൂട്ടുകളും എല്ലാം പഠിപ്പിച്ച് ടെസ്റ്റ് നടത്തിയിട്ട് നമുക്ക് ലൈസൻസ് തരുന്നത്. ഓക്കെ, പക്ഷെ നമ്മൾ റൂട്ടെല്ലാം പഠിച്ചാൽ അടിപൊളിയാണ്. കാര്യം സ്ഥിരം വരുന്നതെല്ലാം നമുക്ക് അറിയാവുന്ന പാസഞ്ചർ ആയിരിക്കും. ഇതിൽ അലമ്പായിട്ടുള്ള പാസഞ്ചർ ആരാണെങ്കിൽ അതറിയാൻ പറ്റും. ഇതിൽ നമുക്ക് ടിപ്പ് തരുന്നവരാണെങ്കിൽ അങ്ങനെ അറിയാൻ പറ്റും. എല്ലാം നമുക്ക് അറിയാൻ പറ്റും. മെയിനായിട്ട് മിക്ക ആൾക്കാരെയും പ്രായം ചെന്നവരാണ് കൂടുതലും ട്രാവൽ ചെയ്യുന്നത്. അവരെ നമ്മൾ കെയർ ചെയ്യണം. അവരെ നമ്മൾ പെൻഷൻ വാങ്ങാൻ കൊണ്ടുപോകണം, പർച്ചേസ് ചെയ്യാൻ കൊണ്ടുപോകണം, തിരിച്ച് കൊണ്ടുവരണം. അപ്പോൾ നമ്മൾ അവരെ കൂടെ നിൽക്കണം. അവർ ആ ഒരു ബുദ്ധിമുട്ട് മനസ്സിലാക്കി. അതൊന്നും പ്രതീക്ഷിച്ചിട്ടല്ല. ചിലരൊക്കെ ടിപ്പ് തരും, ചിലരൊന്നും ഒന്നും തരില്ല. ചിലർ ഉള്ള കാശ് കൂടി തരാതെ പോകും. ചിലർ കള്ള് കുടിച്ചിട്ട് കയറും. എൻ്റെ മുഖത്തുകൂടെ തുപ്പിയൊരു സംഭവം വരെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയൊക്കെ മോശം അനുഭവങ്ങളുണ്ടാവും. പിന്നെ നമ്മൾ ചിലരൊക്കെ ചിലപ്പം കെട്ടിപ്പിടിക്കും. പല അഭിപ്രായം. നമ്മളെല്ലാം നമ്മളായി നിൽക്കുക, ഒന്നിലും ഇൻവോൾവ് ആവാതിരിക്കുക. നമ്മൾ ടാക്സി എക്സാം പഠിപ്പിക്കുമ്പോൾ തന്നെ അതെല്ലാം അവർ പഠിപ്പിക്കുന്നുണ്ട്. ഓക്കെ, നമുക്ക് സെക്ഷുവലി ഓഫറുകൾ കിട്ടും പേയ്മെൻ്റ് ഇല്ലാണ്ട്. നമ്മളൊന്നും അത് അക്സെപ്റ്റ് ചെയ്യാൻ പാടില്ല. ഓക്കെ, അപ്പോൾ അങ്ങനെയൊക്കെ പല പല കാര്യങ്ങളാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഡ്യൂട്ടി കഴിയാറായിരിക്കുകയാണ്. ഏകദേശം 140 പൗണ്ടിനാണ് ഇന്ന് ഓടിയത്. 140 പൗണ്ടിന് ഓടിയെന്ന് പറയുമ്പോൾ സാധാരണ അതൊരു നഷ്ടമാണ്. കാര്യം ഞാൻ ആദ്യം പറഞ്ഞ പോലെ 30 പൗണ്ടിനൊക്കെ ഫ്യൂലാവും. 30 അല്ലെങ്കിൽ 25-30 അത്രയേ ഉള്ളൂ. പിന്നെ ഒരു 45-50 പൗണ്ട് വണ്ടി റെൻറ്റ് പോകും. അപ്പോൾ പോയിട്ട് ഒരു 80 പൗണ്ടൊക്കെ നമുക്ക് കിട്ടിയിട്ടുള്ളൂ. പിന്നെ കുറച്ച് ടിപ്പും കിട്ടിയിട്ടുണ്ട്, ഒരു 10 പൗണ്ടിന് മുകളിൽ. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു 90 പൗണ്ടോളം നമുക്ക് കിട്ടി. 90 പൗണ്ടായപ്പോൾ നാട്ടിലെ ഒരു 9,000 രൂപയ്ക്ക് മുകളിൽ കിട്ടി. പക്ഷേ ഇത് നമ്മൾ നാട്ടിൽ നിന്ന് ചിന്തിക്കുമ്പോൾ ഇതൊരു വലിയൊരു എമൗണ്ട് ആണെങ്കിലും നമുക്കിതിൽ ടാക്സ് അടയ്ക്കണം, കാര്യങ്ങളൊക്കെ ഉണ്ട്. സെൽഫ് എംപ്ലോയിഡ് ആയതുകൊണ്ട് നമ്മൾ ടാക്സ് അടയ്ക്കണം. പിന്നെ നമ്മുടെ ബില്ലുകളും കാര്യങ്ങളും ഫ്യൂവൽ ബില്ലും ഒക്കെ അതിൽ കുറയും. എന്നാലും ഞാൻ ഇതുവരെ വന്നിട്ട് ഞാൻ ടാക്സ് അടച്ചിട്ടില്ല. ഞാൻ യൂറോപ്പിൽ ജോലി ചെയ്ത കമ്പനികളിലെല്ലാം ടാക്സ് അടച്ച ശേഷം പിന്നെ സെൽഫ് എംപ്ലോയിഡ് അല്ലായിരുന്നു. പിന്നെ അവിടെയും ടാക്സി ജോലിയെല്ലാം ചെയ്തിട്ടുണ്ട്. അതും ടാക്സ് എല്ലാം കഴിഞ്ഞിട്ട് ഒരു ഏജൻസി വഴി എന്താ പറയുക നമ്മൾ ജോയിൻ ചെയ്തതാണ്. അങ്ങനെ വരുന്നതാണ്. ഓക്കെ, അപ്പോൾ അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. ഇനി ഞാനിപ്പോൾ ഈ സംസാരിച്ചത് നമുക്കിവിടെ UK ടാക്സി ഡ്രൈവറായിട്ട് പബ്ലിക് ഹയർ ടാക്സി, അതായത് ഹക്കിനി ഗാരേജ്, അതാണ് ഞാനിപ്പോൾ ഓടുന്നത്. അതും പിന്നെ പ്രൈവറ്റ് ഹയർ വോൾവർഹാംപ്ടൺ, അതും വർക്ക് ചെയ്യാം. രണ്ടും തമ്മിലുള്ള വ്യത്യാസം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ പ്രൈവറ്റ് ഹയറിൻ്റെ ഡീറ്റെയിൽ ഞാൻ വീഡിയോ ചെയ്യാം പിന്നീട്. അപ്പോൾ ഈ പബ്ലിക് ഹയർ ടാക്സിയുടെ അപ്ലൈ ചെയ്യുന്നത് നിങ്ങൾ ഏത് കൗൺസിലാണോ നിങ്ങൾ താമസിക്കുന്നത് ആ കൗൺസിലിൽ
എൻ്റെ സൈറ്റിൽ പോവുക, ആ സൈറ്റിൽ നിന്ന് അവരുടെ ഇമെയിൽ ഐ ഡി എടുക്കുക, എന്നിട്ട് നിങ്ങളുടെ ലൈസൻസ് പിന്നെ നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് ഒക്കെ അവർക്ക് സെൻഡ് ചെയ്യുക. നിങ്ങൾ എലിജിബിൾ ആണോ എന്ന് അവരുടെ അടുത്ത് ജസ്റ്റ് ചെക്ക് ചെയ്യുക, ഇമെയിൽ ത്രൂ ജസ്റ്റ് ചെക്ക് ചെയ്ത ശേഷം അപ്ലൈ ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് തന്നെ സൈറ്റിൽ കയറിയിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ. ഇപ്പം 12 മാസം നിങ്ങൾ കഴിഞ്ഞിരിക്കണം. ചില കൗൺസിലുകളിൽ പിന്നെ 12 മാസത്തിൽ കൂടുതലുള്ള കൗൺസിലുകളും ഉണ്ട്. ഞാൻ പറഞ്ഞില്ല, ഓരോ കൗൺസിലുകളിലും ഡിഫറെൻറ്റ് നിയമമാണ്. അപ്പോൾ അതിനുശേഷം പിന്നെ നിങ്ങളെ DBS കാര്യങ്ങളൊക്കെ ഉണ്ട്, മെഡിക്കൽ, അങ്ങനെ പല കാര്യങ്ങളുണ്ട്. അതെല്ലാം നിങ്ങൾക്ക് വ്യക്തമായിട്ട് അതിനകത്ത് ഇൻസ്ട്രക്ഷൻസ് കിട്ടും. അത് വായിച്ച് നോക്കി ചെയ്താൽ മതി. അപ്പോൾ ജോലിയുടെ ഒരു ഘടന എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിങ്ങനെയാണ്. പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങളുടെ നമ്പർ കമൻറ്റ് ചെയ്യുക, ഞാൻ കോൺടാക്റ്റ് ചെയ്യാം. ഓക്കെ. അപ്പോൾ എന്തായിരുന്നാലും മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.